you found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days. Hello everyone. So this is my last part of Nobo Hotel tour. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് ചെക്കൗട്ട്. സോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ്. നമ്മൾ 2 ബെഡ് ഉണ്ടായിരുന്നല്ലോ. സോ ആ മുകളിലത്തെ ബെഡിൽ കിടന്നിട്ട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന സീയാണ്. അത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. തലേന്ന് രാത്രി നല്ല മഴയും കൂടെ ഉണ്ടായതുകൊണ്ട് ആ മോർണിംഗ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. മീൻസ് എന്താ പറയുക, അത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സ്പെഷ്യലായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു മോർണിംഗ് ഞങ്ങൾക്ക്. ഹലോ, അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ആണ്. രാവിലെ എഴുന്നേറ്റു. നമുക്ക് 11 മണിക്കാണ് കേട്ടോ ചെക്കൗട്ട്. സമയം ഇപ്പം 8:30 ആയിട്ടുണ്ട്. അടിപൊളി വ്യൂവാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ബാക്കി വിശേഷം ഞാൻ വഴിയേ പറയാം. അങ്ങനെ രാവിലെ ഒരു കോഫി പദം ഉണ്ടായതുകൊണ്ട് കോഫി കുടിക്കണമെന്ന് തോന്നി. നമുക്ക് അതിനിപ്പുറത്തൊരു കഫേ ഉണ്ട് കേട്ടോ. ആ കഫേയിൽ നിന്ന് മാത്രമേ ഫുഡ് കിട്ടുള്ളൂ, അല്ലാതെ ഹോട്ടലിൽ ആ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ കോഫി അവിടെ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ എല്ലാവർക്കും കോഫി നിർബന്ധമൊന്നുമില്ല. സോ ഞാൻ 2 കോഫി ഉണ്ടാക്കി. സോ നെസ്കഫേയുടെ കോഫി പൗഡർ ഉണ്ടായിരുന്നു, പിന്നെ എവരിഡേയുടെ മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ തന്നെ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യാനായിട്ട് ഒരു മഗ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് പിന്നെ ഷുഗറും എല്ലാം ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഗ്രീൻ ടീ ഉണ്ടായിരുന്നു, ലെമൺ ടീ ഉണ്ടായിരുന്നു, അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് കോഫി ഉണ്ടാക്കി. അപ്പോൾ അവിടെ ആദ്യം വന്നപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം അവിടെ അടുക്കി ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നുണ്ട്. കോഫി ഉണ്ടാക്കാൻ നേരത്താണ് ശ്രദ്ധിച്ചത് ഇതെല്ലാം ഒന്ന് ഒതുക്കണമല്ലോ എന്ന്. അങ്ങനെ ജസ്റ്റ് ഇതെല്ലാം ഒരു ഗ്ലാസ്സിനകത്തോട്ടിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവിടെ ഫോർക്ക് ഉണ്ടായിരുന്നു. സോ ഫോർക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് ഉണ്ടാകുന്നത്. എനിക്ക് ഇത്രയും സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ അറിയില്ല, ബട്ട് അല്ലാണ്ട് ആ ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതെല്ലാം ഒന്ന് ജസ്റ്റ് ബ്ലെൻഡായി വരാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 10:30 ആയെന്ന് തോന്നുന്നു. 11 മണിക്ക് ചെക്ക് ഔട്ടാണ്. 10:30 ആയപ്പോഴാണ് എല്ലാവരും ഒന്ന് റെഡി ആവാനായിട്ട് സ്റ്റാർട്ടാവുന്നത്. സോ ഞാനും അങ്ങനെ റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. ഒരുപാട് ഒരുങ്ങാൻ നിന്നില്ല, നേരെ ഇനി വീട്ടിലേക്കാണല്ലോ പോകുന്നത്. സോ ഒരുപാട് ഒരുങ്ങാനൊന്നും നിന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. സോ ഏതെങ്കിലും കഫേയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ചോദിച്ചു. സോ ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, ഒരു ചെറിയ പൊട്ടൊക്കെ തൊട്ടു. ജീൻസിൻ്റെ കൂടെ അങ്ങനെ ബിന്ദി ഇടുന്നത് കുറവാണ്, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു ബിന്ദി തൊടാനായിട്ട് എനിക്കിഷ്ടമാണ്. സോ എല്ലാവരും കൂടെ ഞാനിങ്ങനെ പറയായിരുന്നു വേഗം ആവട്ട്. മീൻസ് 11 മണിക്ക് നമുക്ക് എന്തായാലും ചെക്ക് ഔട്ട് ഉണ്ട്. അപ്പം 10:45 എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരുങ്ങി വന്നപ്പോഴൊക്കെ തന്നെ 10:45. 11 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവൻ ഹോട്ടലിൽ നിന്ന്
ചെക്കൗട്ട് ചെയ്യുന്നത് കൂടെ. അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് റൂമിൽ ആദ്യം ഫസ്റ്റ് റെഡി ആയത്. ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ബീച്ചിലോട്ട് പോകണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ബീച്ചിലോട്ട് പോയിട്ട് വന്നാലോ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ തൊപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ എല്ലാത്തിനോടും ബൈ ബൈ പറയാണ് കേട്ടോ. സീഡൂടെയും എല്ലാത്തിൻ്റെയും ബൈ ബൈ പറയാണ്. ഞാൻ എല്ലാ റൂമിനൂടെയും സീഡൂടെയും ഹോട്ടലിനൂടെയും ഒക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ബാക്ക് പാക്കൊക്കെ ആയിട്ട് പെയ്യെ ഇറങ്ങി. കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹോട്ടലിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് പ്ലേസ് ഉണ്ട്. അതൊരു കഫേയാണ്. ആ കഫേയിൽ നമുക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ആ കഫേ. പക്ഷേ അവിടെ ഭയങ്കര ആളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി, ഇതായിരുന്നു പേര്, കഫേ സെർവ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ആളായതുകൊണ്ട് പിന്നെ 11 മണി, ഏകദേശം 11:30 ആയി. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേറെ ഇതിനടുത്ത് തന്നെ ഉള്ള വേറെ ഏതെങ്കിലും കഫേ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ പോയ കഫേയാണ് കഫേ ബൈ ട്രിപ്പ് ഈസ് ലൈഫ് എന്ന് പറയുന്ന ഒരു കഫേ. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും ഞാൻ ഇത്രയും അതിനുള്ളിലുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പുറമേ, അതായത് പാർക്കിങ്ങും അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഇത്രയും ആംബിയൻസ് ഉണ്ടെന്ന് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ഈ ഒരു കഫേയുടെ ആംബിയൻസ് നെക്സ്റ്റ് ലെവലാണ്. ഫ്രണ്ടിൽ തന്നെ ബോർഡും ഒരു സ്കൂട്ടിയും അവർ വെച്ചിട്ടുണ്ട്. ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നും. അത് കഴിഞ്ഞ് അപ്പോഴും നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്താവുമെന്ന് അറിയില്ല. ബട്ട് നെക്സ്റ്റ് പാർട്ട് അടിപൊളിയാണ്. ആ ഒരു വ്യൂ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്നറിയില്ല, പക്ഷെ ആ ഒരു വ്യൂ വേറെ ലെവലാണ് കേട്ടോ. അപ്പം ഫ്രണ്ടിൽ സീ ആണ്. അവിടെ അവർക്ക് സെർവ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർ 11 മണി വരെ അവിടെ സെർവ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ സെർവ് ചെയ്യത്തില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് പോരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഭയങ്കര രസമായിരുന്നു. തലേന്ന് ആ മഴയും കാരണം സമ്മറാണ്, അതിൻ്റെ ഇടയ്ക്ക് പെയ്തൊരു മഴയാണ്. ആ ഒരു മഴയും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് അവർ പറയുന്നത് അവിടെ സെർവ് ചെയ്യത്തില്ലെന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ ഓരോ റൂമിൽ ഇരുന്നു. അത് അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ് കേട്ടോ. ഏകദേശം ഒരു 50 ആളുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല റൂമാണ്. സോ ഞങ്ങൾ അവിടെ ഇരുന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനും വ്യൂ കാണാനും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ കാര്യങ്ങളെല്ലാം അവിടെ ഒരു ബോർഡിൽ അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താ പറയുക, ഒന്നും പറയില്ല, അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമാണത്. അവിടെ നിന്നും ജസ്റ്റ് ഒരു കിട്ടിയൊരു സീ വ്യൂ ആണ് കേട്ടോ അത്. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഫേയിൽ ബൈ ബൈ പറഞ്ഞു. ഞങ്ങളുടെ ട്രിപ്പിനും ബൈ ബൈ പറഞ്ഞു തിരിച്ച് പോവാണ്. So let's wind up this video. Like, share, subscribe. Bye.